പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജൂലൈ 5-ാം തീയതി ശനിയാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിൻ്റെ വഴികൾ, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു. പലരും ആലോചിച്ചുറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോണവരുണ്ട്. ആലോചനകളെല്ലാം വ്യർത്ഥമായി പോയി. കർത്താവേ, ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും ഈശോയെ. അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന്. അഹിതോഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത്. ദൈവികമായ പദ്ധതികളെ കുറിച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ
ആലോചന വ്യർത്ഥമാകും. അതുകൊണ്ട് തന്നെ കർത്താവെ, ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ. അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ, അത് അങ്ങ് ആഗ്രഹിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവെ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ തൊഴിൽ സംരംഭങ്ങൾ ആശീർവദിക്കുന്നു. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന നിൻ്റെ ഇടയ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ടുമുടി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ, നിൻ്റെ 100% നിൻ്റെ കഴിവിനാൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായി പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിൻ്റെ കൃപ കൊണ്ട് സംഭവിക്കാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കുവാമേ. നമ്മുടെ ബുദ്ധി, ബോധം, കഴിവ്, സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നതാണ്, ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. എന്താ കാര്യം? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത്, ബട്ട് ബൈ ഗ്രേസ് എന്ന്. മത്തായി 6:26. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇപ്പൊ നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി. ദൈവത്തെ എന്താണ്? ഞാൻ ആൾക്കാർ വഴിമുട്ടി, അളമുട്ടി, ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആണ്. എന്താ, നിങ്ങളെ ആസ്തിഭദ്രകൾ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് കംപ്ലീറ്റ് ഇനി ദൈവം തന്നെയാണ്. ദൈവമല്ല വേറെ ചെയ്യാനില്ല, ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങളെ അവകാശമാക്കുമെന്ന് പറഞ്ഞ് ഈ അടുത്തതാണ്. അതെടുത്ത് യോഹന്നാൻ 4:38. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. ചില സമയത്ത് അങ്ങനെ വരാം. എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെന്ന് വരത്തില്ല. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഔദാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും, അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ നമുക്ക് ശാസ്ത്രജ്ഞനില്ലേ, അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ലേ? എന്താ പറയണത്? അതായത് എന്തുകൊണ്ടാണ് ദൈവത്തെ എൻ്റെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞത്, അതിന് ഹ്യൂമിലിറ്റി വേണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ ടോക്ക്. ഹ്യൂമിലിറ്റി. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം. അതുകൊണ്ടാണ് അമ്മ പറയണത്, അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് ഏറ്റുപറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമ്മ പറഞ്ഞില്ലേ? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ആനന്ദത്തിൻ്റെ കാരണം എന്താ? അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കണം പാർത്തതാണ്. ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ കാരണം. അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണത്. ലുക്ക 1:46-47. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് അവന്റെ കാരണം. എന്താ? ലുക്ക 1:48 എന്താ പറയണേ? അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എന്റെ ദൈവത്തിലെ
ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ്. അത് എന്ത് കിട്ടിയാലും അവർ തന്നു, അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവരെന്നെ സഹായിച്ചത്, ഇവർ തന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോഴേ പറയും അത് അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നു, ബാക്കി തന്നതാണ്. ഇങ്ങനെ ഒന്നും ആരെയും താത്തിക്കെട്ടുകയോ ഉയർത്തിക്കെട്ടുകയോ ചെയ്യരുത്. സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തെ കാണും. ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് താഴ്മയോടെ അംഗീകരിക്കണം. ബൈബിൾ അംഗീകരിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പിറ്റേ മാസം അപ്പം മരിച്ചുപോയി. അപ്പോൾ ഞാൻ സെമിനാരിൽ പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. സെമിനാരിൽ പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. പക്ഷേ അപ്പൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. പിന്നീട് അത് മനസ്സിലാക്കി. ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത്. അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയ ആളാണ്. അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല, അപ്പനില്ലല്ലോ, പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴയുള്ള നാട്ടിൽ നിന്ന്, ആലപ്പുഴ 10-32 കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവം. എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖ മാത്രമാണ്. എനിക്കന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈടുവിട്ട് പ്രാർത്ഥനകളാണ്. നമ്മൾ നമസ്കാരമില്ലേ, നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു വന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അത് കാണാതെ പഠിക്കണം. പുസ്തകം ചോദിച്ച് നടക്കണമല്ല വിഷയം. ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാനെന്നൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ മാലാഖയാണ്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടേ നിൽക്കും. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതെന്ന് വെച്ചാൽ കന്യാമറിയത്തിൽ ജനിച്ചതെന്നാണ് പറയണത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ കുഞ്ഞുനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മാലാഖ എനിക്ക് വെളിച്ചമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഖയായിരുന്നു എൻ്റെ വെളിച്ചം. അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ, സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ചെല്ലും. അത് 6 വയസ്സിലാണ് 7 വയസ്സിലാണ് പഠിച്ച സംഭവമാണത്. പക്ഷേ അതൊരു 10ാം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സെമിനാരി വന്നതിന് ശേഷമാണ് ഞാൻ ജപമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ജപമാല വലിയ ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഈ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതും ഈ കർത്താവിൻ്റെ മാലാഖയുടെ എക്സ്റ്റൻഷനാണ്. കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ജപമാല. ആദ്യം ജപമാലയ്ക്ക് കർത്താവിൻ്റെ മാലാഖ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ജപമാല ഒരു 12ാം നൂറ്റാണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ്. പക്ഷേ ആയുധത്തിൻ്റെ കണ്ടൻറ്റ്, ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താവിൻ്റെ മാലാഖയുടെ പ്രാർത്ഥനയെന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നതേ. അപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലാഖയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ വഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ആ മറിയം ഗർഭം ധരിച്ചതും കന്യാമറിയത്ത് നാം പിറന്നു എന്ന കാര്യം നമ്മൾ മംഗളവാർത്ത ദിവസം അവർ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസ പ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ കന്യാമറിയത്ത് വിശ്വാസ പ്രമാണം കന്യാമറി ജനിച്ചതെന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുസ്തകത്തിൽ റെഡ് മാർക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ്? കന്യാമറിയത്ത് ജനിച്ചു എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന്. അപ്പം ഞാൻ തലയല്ല കുനിക്കണത്, ഞാൻ ആ സമയത്ത് മുട്ടേ നിൽക്കും. അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കന്യാമറിയത്ത് ജനിച്ചു എന്ന് പറയണത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം, ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും
അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് ഈ കന്യാമറിയിൽ നിന്ന് ജനിച്ചു എന്നുള്ള സംഭവം മനുഷ്യാവതാരത്തിലാണ്. അത് ദൈവത്തോട് 1000 ഹൃദയത്തോടെ നമ്മുടെ ശിരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല. അത്രയും വലിയ രഹസ്യമാണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.